Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു ചെറുപയർ തോരനാണ് തയ്യാറാക്കുന്നത്. ചോറിന്റെയും കഞ്ഞിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ തോരൻ. ചെറുപയർ തീരെ വെന്ത് കുഴഞ്ഞൊന്നും പോവാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഒരു 10 മിനിറ്റിന് താഴെ സമയം മതി ഇത് ഉണ്ടാക്കി എടുക്കാനും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ ഇനി കുതിർത്തെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുതിർത്തെടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുക്കറിൽ വെക്കണ്ട, ഒരു പാത്രത്തിൽ തന്നെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ചെറുപയർ ഒരു 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് ചെറുപയർ വെന്ത് വരാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചെറുപയറിൻ്റെ വേവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ ചേർക്കേണ്ട വെള്ളത്തിലും കുക്കിംഗ് ടൈമിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഇനി നമുക്ക് ഈ കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചെറുപയറാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ വരുമ്പോൾ തന്നെ വെന്ത് കിട്ടും. ഈ ചെറുപയർ ഇപ്പോൾ 4 വിസിൽ വന്ന ശേഷമാണ് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2-3 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തീരെ കുഴഞ്ഞൊന്നും പോവാതെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ട് വറ്റി വന്നിട്ടില്ലെങ്കിൽ കുക്കർ തുറന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകണ്ട, നമ്മൾ സാധാരണ തോരനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ചതച്ചെടുക്കുന്ന അത്രയും ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയതിലേക്ക് 2 ചുവന്ന മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് മൂത്ത് തുടങ്ങിയതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. കൂടുതൽ സമയം വെച്ച് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ സവാളയുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. സവാള അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം മാറി വരുന്നതറിയാം. പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണമായി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയ പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിത് ഇളക്കി എടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഒക്കെ വിട്ടിട്ട് തന്നെ കിടക്കുന്നുണ്ട്. കുതിർത്തെടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ചില ചെറുപയറൊക്കെ 1 വിസിൽ വരുമ്പോഴേക്കും നന്നായിട്ട് വെന്തുടഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ തോരനൊക്കെ വെക്കാനാണെങ്കിൽ ഇതുപോലെ കുതിർത്തെടുക്കാതെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഈ ചെറുപയർ തോരൻ തയ്യാറാക്കിയെടുക്കാൻ. അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാമല്ലോ. ചെറുപയർ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.